കേന്ദ്രം പറഞ്ഞു. അതുപോലെ തന്നെ സുരേഷ് ഗോപി സാറ് അത് ഇടപെട്ടു. പാർട്ടി തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. കേന്ദ്രം വിശദീകരിച്ചല്ലോ അതിൻ്റെ കണക്ക് സഹിതം. സംസ്ഥാന സർക്കാർ കേന്ദ്രം തരാത്തതുകൊണ്ടാണ് എന്ന് ആവർത്തിക്കുന്നതിൽ കഴമ്പുണ്ടോ? അത് എപ്പോഴും സംഭവിക്കുന്നതല്ലേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് കേന്ദ്രം എന്ന് പറയും. അത് കേന്ദ്രത്തെപ്പറ്റി ഉള്ള ഒരു ബഹുമാനം കൊണ്ട് പറയുന്നതാണ്. കേന്ദ്രം എല്ലാം കൊടുക്കുന്നതുകൊണ്ടേ എല്ലാത്തിനും ആദ്യം കൊടുക്കുന്നത് കേന്ദ്രമാണ് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അല്ലാതെ അതിനൊന്നും മറുപടി എന്തോ നിങ്ങൾ പറഞ്ഞു അപ്പോഴേ കേന്ദ്രമെന്ന് പറയും. എല്ലാത്തിനും പൈസ കൊടുക്കുന്നുണ്ടെന്നപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ. കണക്കാണ് പുറത്തുവിട്ടതെന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അല്ല അങ്ങനെയാണല്ലോ എപ്പോഴും പറയുന്നത്. തന്നിട്ടേ ഇല്ല, ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. അത് എപ്പോഴും 1 രൂപ പോലും 1 പൈസ പോലും എന്നാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ. 1 പൈസ പോലും തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത് മന്ത്രിയല്ലേ പറയേണ്ടത്. കേന്ദ്രത്തിലെ മന്ത്രി അദ്ദേഹത്തിൻ്റെ കണക്ക് കിട്ടും. അപ്പോൾ അത് ശരിയാണ്. മറ്റേത് ഇവർ വിട്ടാൽ ശരിയാണോ എന്ന് അവരല്ലേ പറയേണ്ടത്. അത് പറഞ്ഞല്ലോ, അതിൻ്റെ റിപ്പോർട്ടൊന്നും കണ്ടില്ലേ. അതെല്ലാം പത്രത്തിൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കേന്ദ്രം കൊടുത്തു. എല്ലാം കൊടുത്തു. 120 രൂപ കൂടുതലും കൊടുത്തിട്ടുണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ഒഫീഷ്യലായിട്ട് സുരേഷ് ഗോപി സാറ് നട്ടജിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ റിലീസ് ചെയ്തു. അതിൻ്റെ അകത്തിന് ഈ കൺഫ്യൂഷനൊന്നുമില്ല. പിന്നെ ഇന്നും പറയാം കേന്ദ്രം തന്നിട്ടില്ല എന്ന് പറയാം, നാളെയും പറയാം. അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിയെ കേരളത്തിലെ ജനങ്ങൾ ഓർക്കാൻ വേണ്ടി, കാരണം എല്ലാം അദ്ദേഹമാണല്ലോ ചെയ്യുന്നത് ആദ്യം തന്നെ, അത് ഓർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, നന്ദി കൊണ്ട്. കാരണം നേരത്തെ കിട്ടിയില്ലല്ലോ. കിട്ടിക്കഴിഞ്ഞ് തന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ അന്വേഷിക്കും. ഇപ്പോൾ കേന്ദ്രത്തിനോടൊരു ബഹുമാനം തോന്നും. അതുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഈ ഇതില്ല, സോഷ്യൽ മീഡിയ പോലെയൊക്കെയുള്ള ഒരു ഏർപ്പാട്. മീനൊന്നും വേണ്ടേ? ഇവിടെ ഇത്തരത്തിലൊരു പദ്ധതി കേന്ദ്രം തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്താണ് മദ്യനിർമ്മാണശാലയ്ക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുപിടിച്ച് ശ്രമം നടത്തി അതിൻ്റെ നടപടികളുമായിട്ട് BJP തന്നെ വലിയ സമരത്തിലൊക്കെ ആയിരുന്നു. മദ്യനിർമ്മാണശാല വരുമോ? അതെനിക്കറിയത്തില്ല. മീൻ വരും. മീനുള്ള വെള്ളമുണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. അവിടെ കരിമീൻ പറ്റും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളാണ്. അത് കേന്ദ്രം തന്നെയല്ല, കേരള സർക്കാരിൻ്റെ സഹകരണത്തോടു കൂടി തന്നെയാണ്. കാരണം മത്സ്യരംഗത്ത് കേരളം വളരെയധികം മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. നമ്മുടെ മറൈൻ ഫിഷറീസ് രംഗത്ത് ഇന്ത്യയിലെ 1ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതില്ലേ ഫിഷിംഗ് ഹാർബർ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രം തുടങ്ങിയതല്ല, ഇത് ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടുത്തെ നമ്മുടെ മത്സ്യപ്രവർത്തകരും കൃഷിക്കാരും. പക്ഷേ അക്വാകൾച്ചറിൽ നമ്മൾ പുറകിലാണ്. ഈ ഉൾനാടൻ കൃഷിയില്ലേ, ആന്ധ്രാപ്രദേശുകാരാണ് മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ ഞാൻ ഒക്ടോബറിൽ വന്ന അവസരത്തിൽ ഇവിടെ 600 കുളങ്ങളുണ്ടെന്ന് ഇവിടെ ഗാന്ധി ആശ്രമത്തിൻ്റെ ശ്രീനിവാസൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സയൻറ്റിസ്റ്റുകളെ വിട്ടു. ഇവിടുത്തെ മന്ത്രിയായിട്ട് സംസാരിച്ചു, ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിച്ചു. അങ്ങനെ അനുകൂലമാണെങ്കിൽ ഇവിടെ നടത്താം. ഇപ്പോൾ ഇത് പൈലറ്റ് പ്രോജക്റ്റാണ്, കംപ്ലീറ്റ് കേന്ദ്രത്തിൻ്റെ പൈസയാണ്. കർഷകർക്ക് ഇനി അതിൻ്റെ പല രീതിയിലുള്ള പദ്ധതികളുണ്ട്, അത് നടപ്പിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ തിരഞ്ഞെടുപ്പ്. ജനങ്ങളിത് ആവശ്യപ്പെട്ടു. മീൻ വേണമെന്ന് അവർ പറഞ്ഞു. അപ്പം മീൻ കഴിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതെനിക്കറിയില്ല. ഇവിടെ കുളങ്ങളുണ്ട്. ഈ മറ്റുള്ള കാര്യത്തിന് വെള്ളമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ മത്സ്യം വളർത്തുന്നതിനുള്ള കുളങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ചു. സയൻറ്റിസ്റ്റുകൾ വന്നു. അത് ഒക്ടോബറിൽ തൊട്ട് തന്നെ ദീപ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ICAR ഇന്നവർ വന്നതാണ്. ഇവിടെ അവർ പരിശോധിച്ചതാണ്. അത് മീൻ വളർത്താൻ കൊള്ളാം എന്നുള്ളൊരു ഇതിലാണ് കണ്ടെത്തിയത്. മീൻ എൻ്റെ പണി അതാണല്ലോ. എനിക്ക് തന്നിരിക്കുന്നത്, നരേന്ദ്രമോദി തന്നിരിക്കുന്ന പണിയല്ലേ, മീൻ വളർത്തുക, പശുവിനെ വളർത്തുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനം. അല്ല, അതവർ പഠിച്ചല്ലോ, സയൻറ്റിസ്റ്റുകൾ പഠിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഇതെടുത്തിരിക്കുന്നത്. ഈ കുളങ്ങളെ പറ്റി ഏതാണ് ഇത് വരൾച്ച ഉണ്ടാകുന്ന കുളങ്ങളിൽ നടത്തിയല്ല, ബാക്കിയുള്ള വറ്റിയല്ലാത്ത കുളങ്ങൾ പഠിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്.